ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് 12ാമത്തെ ലെസണിൻ്റെ 4ാമത്തെ ആക്ടിവിറ്റി അല്ലേ ചെയ്യുന്നുണ്ടായിരുന്നത്? എല്ലാവരും എഴുതിയില്ലേ ഇതുവരെ? ഓക്കെ, അപ്പം 4ാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ 3ാമത്തെ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോ? അത് 3ാമത്തെ മിസ് എഴുതിയില്ലല്ലോ. അപ്പൊ എന്താണ് ശരിയാക്കി എഴുതാനാണ്? ഇല്ല, എഴുതാം. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി നേരത്തെ കിടന്നുറങ്ങി എന്നാണ്. അപ്പോ എബി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ അല്ലേ? എന്താ എഴുതേണ്ടത്? ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി വൈകി കിടന്നുറങ്ങി എന്ന് എഴുതണം അല്ലേ? ഓക്കെ, കണ്ടോ എല്ലാവരും? പേജ് നമ്പർ 50. ഓക്കെ, ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി വൈകി കിടന്നുറങ്ങി അല്ലേ? മൂന്നാമത്തത് മൂന്നാമത്തത് അതാ എഴുതേണ്ടത്.
നെക്സ്റ്റ് വൺ എന്താണ് അടുത്തത്? അത് കഴിഞ്ഞു, എല്ലാവരും അത് എഴുതിയെടുക്കേ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് അഞ്ചാമത്തത് വാക്യങ്ങൾ നിർമ്മിക്കുകയാണ്. ഇത് എഴുതിയെടുത്ത എല്ലാവരുമേ. അത് ഫിനിഷായോ? ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്യങ്ങൾ നിർമ്മിക്കുക. വാക്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് അല്ലേ? അതിൽ ചുവന്ന നിറത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വാക്യങ്ങൾ നിർമ്മിക്കുക എന്നാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഇന്നലെ രാത്രി ഉറങ്ങാൻ ഏറെ വൈകി അല്ലേ? അതിൽ ഏതാണ് ചുവന്ന നിറത്തിലുള്ളത്? എന്താ ആൻസൺ? എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. ഇതാ ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി വൈകി കിടന്നുറങ്ങി. ഇവിടെ സലൂണ് ഇങ്ങനെ എഴുതിക്കോട്ടോ, അവിടെ മിസ്സിന് സലൂലാത്തോണ്ടാണ്. എന്താ ശ്രീക്കുട്ടി? ഓക്കെ. എന്താ ശ്രീക്കുട്ടി? ആ ഓക്കെ. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി വൈകി കിടന്നുറങ്ങി. എഴുതിയ മക്കളെ? ഹന്ന എന്തേ ഹന്ന? അതെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി, അതായത് പേജ് നമ്പർ 50 അല്ലേ? പേജ് നമ്പർ 50 മൂന്നാമത്തത്, അതായത് പാഠം 12ാമത്തെ പാഠത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ നാലാമത്തെ ആക്ടിവിറ്റി അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 2 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയാണ്. ഇപ്പൊ മൂന്നാമത്തതാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ശരിയാക്കി എഴുതാനുള്ളത് മൂന്നാമത്താണ് ഇപ്പൊ എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ എഴുതിയത്. അതിൽ മൂന്നാമത്തെയാണ് ഇപ്പൊ എഴുതിയ ആൻസർ. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത് മിസ് ഒന്നുകൂടി വേണമെങ്കിൽ നാലാമത്തത് വായിക്കാം. ശരിയാക്കി എഴുതുക എന്നുള്ളതിൽ ഒന്ന്, അമ്മ വിളിച്ചപ്പോൾ എബി വേഗം എഴുന്നേറ്റു എന്നാണ് ഇതിലുള്ളത്. അത് ശരിയാക്കി എഴുതാനാണ് പറഞ്ഞത്. അത് തെറ്റാണ് അല്ലേ? നമ്മളെ പാഠത്തിൽ എങ്ങനെയാ? അമ്മ വിളിച്ചിട്ടും എബി വൈകി എഴുന്നേക്കുക ചെയ്തത് അല്ലേ? ഓക്കെ. അത് രണ്ടാമത്തത് എന്താണ്? എബി വിതരണം ചെയ്യേണ്ട പത്രം ആരോ കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെയല്ലല്ലോ, എബി വിതരണം ചെയ്യേണ്ട പത്രം ആരും കൊണ്ടുപോയിരുന്നില്ല. അതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയാണ്. ഇന്ന് മൂന്നാമത്തത് എന്താണ്? ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി നേരത്തെ കിടന്നുറങ്ങി. നേരത്തെ കിടന്നുറങ്ങിയോ ഹന്ന? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ എന്ത് എഴുതണം? മൂന്നാമത്തത് ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എബി വൈകി കിടന്നുറങ്ങി അല്ലേ? അതാണ് ഇപ്പൊ ഇവിടെ എഴുതിയത്. ഓക്കെ. അപ്പൊ അവിടെ 3 എണ്ണാണ് ഉള്ളത്. നമ്മൾ 3ഉം കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞ ഉടനെ 5ാമത്തേല് പോവാം. എല്ലാരും ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, അമ്മനെ എഴുതി കഴിഞ്ഞു അല്ലേ? അമ്മന മിൻഹാജ് എഴുതിയെന്ന് തോന്നുന്നു അല്ലേ? മിൻഹാജ് ഹന്ന എഴുതിക്കോ വേഗം. ആൻസൺ ഫിനിഷായോ? ആൻസൺ ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, ആൻസണിയും കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞു അല്ലേ? ഓക്കെ, എന്നാ നെക്സ്റ്റ് 5ാമത്തെ പറഞ്ഞോട്ടെ. ഓക്കെ, 5ാമത്തത് എന്താണ്? ചുവന്ന നിറത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വാക്യങ്ങൾ നിർമ്മിക്കുക എന്നാണ്. ഒന്ന്, ഇന്നലെ രാത്രി ഉറങ്ങാൻ ഏറെ വൈകി അല്ലേ?
അങ്ങനെയാണ് അതിൽ പദം ഉള്ളത്. എന്ത് ചെയ്യണം നമ്മള്? ചുവന്ന നിറത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വാക്യം ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചുവന്ന നിറത്തിലുള്ള പദം ഏതാണ്? ഏതാണ് അതിൽ ചുവന്ന നിറത്തിലുള്ളത്? ഇന്നലെ അല്ലെ? ഇന്നലെ എന്നുള്ളത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പദം ഉണ്ടാക്കണം അല്ലെ? അപ്പൊ എന്താ എഴുതുന്നത്? ഒന്ന് എഴുതാം നമുക്ക്. എന്ത്? താഴെ ആ ഡോട്ട് ഇട്ടയിലാണ് എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? ഇന്നലെ ഞാൻ പുസ്തകം വായിച്ചു, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ നോട്ട് എഴുതി അല്ലെ? നമുക്കിപ്പോ എഴുതാ ഇന്നലെ ഞാൻ പുസ്തകം വായിച്ചു. എഴുതിക്കോ. ഒന്നാമത്തത് 1 ഇടുക, എനിക്ക് ആ ഡോട്ടിലെടുത്ത് എഴുതുക. ഇന്നലെ ഞാൻ പുസ്തകം വായിച്ചു. നിങ്ങൾക്ക് അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നീട്ടിയിട്ട് തന്നെ എഴുതിക്കോ. മിസ്സിന് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് താഴെ എഴുതിയത്. ഇന്നലെ ഞാൻ പുസ്തകം വായിച്ചു. അപ്പൊ ഇന്നലെ വെച്ച് ഒരു വാക്യം നമ്മൾ എഴുതി അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? രണ്ടാമത്തത് ഇന്ന് ക്രിസ്മസ് ആകുന്നു അല്ലേ? ഇന്ന് ക്രിസ്മസ് ആകുന്നു എന്നാണ്. അപ്പോ ഇന്ന് നമ്മളൊരു പദം ഉണ്ടാക്കണം. അതല്ലേ വേണ്ടത് നമുക്ക്? ഇന്ന്. എന്തേ ഷിഫാന? ഇന്ന് ഞാൻ അല്ലെങ്കിൽ എന്ത് എഴുതുക? ഞാൻ നോട്ട് എഴുതിയതാ. അല്ലെങ്കിൽ ഇന്ന് തിങ്കളാഴ്ചയാകുന്നു, അല്ലെങ്കിൽ ഇന്ന് ഏത് ദിവസാ? ഇന്ന് വെള്ളിയാഴ്ചയാകുന്നു അല്ലെ? ഏതും നിങ്ങൾക്ക് ഇഷ്ടമില്ല എഴുതാ. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോ ഇന്ന് തിങ്കളാഴ്ചയാകുന്നു, ഇന്ന് വെള്ളിയാഴ്ചയാകുന്നു എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ചന്ദ്രക്കല എഴുതിയാലും മതി. ഇന്ന് വെള്ളിയാഴ്ച. പിള്ളയാണേ, മിസ് തെറ്റിപ്പോയതാണ്. വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച പറഞ്ഞ ഫ്രൈഡേ കേട്ടോ. വെള്ളിയാഴ്ച യാകുന്നു. യാ. ആരാ അവിടെ വരച്ചതിപ്പോ?
വായിച്ചത് അനീറ്റയാണോ? ഇന്ന് വെള്ളിയാഴ്ചയാകുന്നു അല്ലെ? ഇന്ന് വെള്ളിയാഴ്ചയാകുന്നു. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ എന്താണ്? നാളെ ഹരിയുടെ വീട്ടിൽ പോകും അല്ലെ? നാളെ ഹരിയുടെ വീട്ടിൽ പോകുന്നതാണ്. അപ്പൊ നാളെ വെച്ച് നമ്മളൊരു വാക്യം ഉണ്ടാക്കണം. നാളെ ഞങ്ങൾ പന്ത് കളിക്കും. ഏതാ അല്ലെ? നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതാട്ടോ? നാളെ ഞങ്ങൾ ഓക്കെ. നാളെ ഞങ്ങൾ പന്ത് കളിക്കും. ഓക്കെ. അപ്പൊ 3 വേർഡ് ഇപ്പൊ മിസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ വേണമെങ്കിൽ എഴുതാട്ടോ. ഓക്കെ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയോ മക്കളെ? കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞോ അനിഹ, മാളവിക, ഫാത്തിമ, മെഹറിൻ? എഴുതി എല്ലാവരും? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്തത്, അപ്പൊ വാക്യങ്ങൾ നിർമ്മിച്ചു നമ്മളല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ആറാമത്തെ എന്താണ്? പൂരിപ്പിക്കുക. ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക. ഇപ്പൊ തലേന്ന് രാത്രി, തലേന്ന് രാത്രി, പിറ്റേന്ന് രാത്രി, അങ്ങനെയാണ് ഉള്ളത് അല്ലെ? ചുവന്ന വേർഡ് ഏതാ? തലേന്ന്, പിറ്റേന്ന്, അത്രയല്ലേ ഉള്ളൂ? രണ്ടെണ്ണല്ലേ? ഓക്കെ. അപ്പൊ തലേന്നു പകൽ എന്തായതുണ്ട്? എന്താ, എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല മക്കളെ? ആരും എന്താ ഒന്നും സംസാരിക്കാത്തേ? എന്താ മിൻഹാജ്, എങ്ങനെയാ അത് എഴുതുക നമ്മളെ നേരം? തലേന്ന് രാത്രി. തലേന്ന് രാത്രി എന്നുണ്ടല്ലോ. ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ, ചുവന്ന നിറത്തിലുള്ളത് മാത്രമേ എഴുതുന്നുണ്ടോ. വാക്കുകൾ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക എന്നാണ്. അപ്പൊ തലേന്ന് രാത്രി, തലേന്ന് അല്ലെ? തലേന്ന് ഉച്ച, പിറ്റേന്ന് വൈകുന്നേരം, അങ്ങനെ എഴുതേണ്ടത് അല്ലേ? അത്രയല്ലേ ഉള്ളൂ അതില്. അപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ചുവന്ന നിറത്തിലുള്ള പദങ്ങൾ അപ്പോ എന്താ പറയുക? തലേന്ന്, പിറ്റേന്ന് എന്നീ ആശയങ്ങളാണ് ഇവിടെ അല്ലെ പറയുന്നത്. അപ്പൊ അതില് ഉദാഹരണം, ഞായറാഴ്ച ഇപ്പൊ അപ്പുവിന്റെ ചേച്ചിയുടെ കല്യാണമാണ്, ശനിയാഴ്ച അപ്പുവിന് സനുവിനോടൊപ്പം കളിക്കണം, അങ്ങനെ പറയാറില്ലേ നമ്മള്? നാളെ ആരെങ്കിലും നമ്മുടെ ബന്ധുക്കളുടെ കല്യാണമാണ് പറയാറുണ്ട് അല്ലേ? അപ്പൊ പിറ്റേന്ന് വീട്ടിലേക്ക് വരണം, അങ്ങനെ പറയാറുണ്ടല്ലോ ഉദാഹരണം. അപ്പൊ അതുപോലെ തിങ്കളാഴ്ച 2 പേർക്കും സ്കൂളിൽ പോകണം, അതേപോലെ പറയുന്നത് പോലെ കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് തലേന്ന് ഉച്ച, പിറ്റേന്ന് വൈകുന്നേരം, അങ്ങനെ എഴുതാം നമുക്ക് അല്ലേ? തലേന്ന് പകലിന് അവിടെ ഇല്ല, ഒന്നില് പിറ്റേന്ന് പകലിനുണ്ട്. അപ്പൊ തലേന്ന് ഉച്ച, പിറ്റേന്ന് വൈകുന്നേരം, അതെടുത്ത് എഴുതി കൂടെ എവിടെ നിങ്ങൾക്ക്? നോക്കി മേലെ നിന്ന് നോക്കി എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഏഴാമത്തെ എന്താണ്? ആശംസാ കാർഡാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു പാഠത്തിൽ ആശംസാ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഏത് പാഠത്തിലാണ് ആശംസാ കാർഡ് ഉണ്ടാക്കിയത്? ഏത് പാഠത്തിലാണ് മാളവിക? നെഹ്റുവിന്റെ നെഹ്റുവിന്റെ പാഠത്തിൽ നമ്മള്
ആശംസാ കാർഡ്. ചാച്ചാ നെഹ്റു. ഓക്കെ, ആ പാഠത്തിൽ തന്നെ. അപ്പൊ ആ പാഠത്തിൽ നമ്മള് ആശംസാ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ സുഹൃത്തിനുള്ള ക്രിസ്മസ് ആശംസാ കാർഡ് തയ്യാറാക്കുക. സുഹൃത്തിന് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആരെയാണ് അതിൽ പേര് വെക്കേണ്ടതെന്ന് വെച്ചാൽ പ്രിയ, പ്രിയപ്പെട്ട ഇന്നാൾക്ക് അല്ലേ? നിങ്ങൾക്ക് ഏതാണ് സുഹൃത്ത് വേണ്ടത് അത് എഴുതുക. പ്രിയ ഇന്നാള്. മീൻസ് മിൻഹാജ് ഇപ്പൊ ആരെയാ ഉദ്ദേശിക്കുന്ന പേര് എഴുതാൻ? അപ്പൊ അങ്ങനെ എഴുതുക. അനിയൻ. അനിയന്റെ പേരെന്താ? മിസ്ബാഹ്. ഓക്കെ, അങ്ങനെ എഴുതുക. അപ്പൊ പ്രിയപ്പെട്ട മിസ്ബാഹിന് എഴുതുക. എന്നിട്ട് കോമ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ ക്രിസ്മസ് ആശംസകൾ അല്ലെ? ക്രിസ്മസിന്റെ കാർഡല്ലേ ഉണ്ടാക്കണേ നമുക്കിപ്പോ. അപ്പൊ എന്റെ ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തോടെ ചേട്ടൻ അല്ലെ, അല്ലെങ്കിൽ മിൻഹാജ് എഴുതുക. ഇപ്പൊ സുഹൃത്തിനാ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? സുഹൃത്തിനാകുമ്പോ നമ്മൾ എന്ത് എഴുതണം? ഇപ്പൊ പ്രിയ ആരെങ്കിലും പേര് എഴുതുക. എന്നിട്ട് എന്റെ ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തോടെ. ഇപ്പം ആരാണ്? നാഫി ആണെങ്കിൽ നാഫി, അമന്നയാണെങ്കിൽ അമന്ന, ശ്രീഹരി ആണെങ്കിൽ ശ്രീഹരി, അങ്ങനെ താഴെ എഴുതുക. അനികയാണെങ്കിൽ അല്ലേ? അങ്ങനെ പേരെഴുതുക. അപ്പൊ പ്രിയപ്പെട്ട ഇപ്പൊ ആരെയാ? ഫാത്തിമക്ക് അങ്ങനെ എഴുതുക. വേണമെങ്കിൽ ആരെ എഴുതുന്ന വെച്ചാൽ ഷിഫാനക്ക്. എന്താണ് മിൻഹാജേ? പാഠം 13. ഇനി നമുക്ക് പാഠം 13 എടുക്കണ്ടേ. ഇത് ഫിനിഷായി. നമ്മൾ എല്ലാവരും വായിച്ചു മക്കളെ. നിങ്ങള് ക്രിസ്മസ് സമ്മാനം നല്ല പോലെ വീട്ടിന്ന്? ഓക്കെ, എല്ലാവരും ആന്ന് പറയുന്നുണ്ട്. വായിക്കുന്നുണ്ടാവോ? ഇനി നമുക്ക് കിളിക്കൂട് അടുത്തതല്ലേ? പാഠം 13 കിളിക്കൂടാണ് ഇനി പഠിക്കേണ്ടത്. അപ്പോ ഈ പാഠം നിങ്ങള് ഇന്ന് എഴുതിയത് ഒന്നുകൂടി വായിക്കണോ മിസ്? എല്ലാം ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി അല്ലേ? അപ്പോ ഇനി നമുക്ക് ക്രിസ്മസ് സമ്മാനം അല്ല എന്നാണ് കിളിക്കൂട് എന്ന പാഠാണ് പഠിക്കാനുള്ളത് അല്ലെ? പാഠം 13 കിളിക്കൂട്. കിളിക്കൂട് പറയുമ്പോ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? കിളിയുടെ കൂടാണ് അല്ലെ? കിളിക്കൂട്. ഇതിൽ ആരാ ഉണ്ടാവുക? കിളി അല്ലെ? കിളിയും കിളിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ആരൊക്കെ ഉണ്ട്? കിളിയുടെ കൂട്ടിൽ കിളിയായി ഉണ്ടാവൂല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് കിളി മാത്രല്ലേ ഉണ്ടാവൂ? ആരൊക്കെ ഉണ്ടാവും അതിന്റെ കൂട്ടില്? കിളിക്കുഞ്ഞുങ്ങളും ഉണ്ടാവും അല്ലെ? കിളികളും ഉണ്ടാവും. കിളിയുടെ അമ്മയും അച്ഛനും ഉണ്ടാവും. കിളിക്കുഞ്ഞുങ്ങളുടെ അമ്മയും അച്ഛനും ഉണ്ടാവും അല്ലെ? അപ്പോ അതാണ് കിളിക്കൂട്. ചിറകു മുളക്കാത്ത 5-6 കുഞ്ഞുങ്ങൾ ഉള്ളത് കിളിക്കൂട് അല്ലെ? അപ്പൊ അതിനാൽ തിരിച്ചു പോകാൻ കുരുവി തിരക്ക് കൂട്ടുന്നു. അതാണ് അതിൽ പറയുന്നത്. എന്തിയാ? എന്നിട്ട് കാക്ക വന്ന് കൂടിയോ അതില്? ഇല്ല, ഉള്ളിലാ വെച്ചിനെ. ഉള്ളില് വെച്ച കാക്ക കൂടുവോ? നോടി പാടാ. പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി, കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ. അച്ചെറുകൂട്ടിൽ കൂട്ടിനായി കൊച്ചുകിടാങ്ങൾ നിനക്കുണ്ടോ? അരുമയോട്5-6 ചിറകുമുളയ്ക്കാതുണ്ടല്ലോ. കുരുവി നിന്നെ കാണായിൽ കരയുകയില്ലേ കൺമണികൾ? സത്യം കുഞ്ഞേ പോകുന്നേൻ സമയം വെറുതെ കളയാതെ. പിന്നെ കാണുമ്പോൾ കൂടതിലെത്താൻ വൈകിപ്പോയി. കൂടി വായിക്കാം. പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി, കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ. അച്ചെറുകൂട്ടിൽ കൂട്ടിനായി കൊച്ചുകിടാങ്ങൾ നിനക്കുണ്ടോ? അരുമയോട്5-6 ചിറകുമുളയ്ക്കാതുണ്ടല്ലോ. കുറച്ച് കുറവാണ്. കേൾക്കുന്നില്ല? ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ. കുരുവി നിന്നെ കാണായിൽ
കരയുകയില്ലേ കൺമണികൾ, സത്യം കുഞ്ഞേ പോകുന്നേൻ, സമയം വെറുതെ കളയാതെ, കൂടുതൽ പിന്നെ കാണുമ്പോൾ കൂടതിലെത്താൻ വൈകിപ്പോയി. ഒന്നുകൂടി വായിച്ചോ, വായിച്ചു നോക്ക് എല്ലാവരും. പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി, പോകുവതെങ്ങൻ പൊൻകുരുവി, കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ, കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ, ചെറുകൂട്ടിൽ കൂട്ടിനായി കൊച്ചുകിടാങ്ങൾ നിനക്കുണ്ടോ, അരിമയോടഞ്ചാറോമനകൾ ചിറകുമുളയ്ക്കാതുണ്ടല്ലോ, കുരുവി നിന്നെ കാണായിൽ കരയുകയില്ലേ കൺമണികൾ, സത്യം കുഞ്ഞേ പോകുന്നേൻ, സമയം വെറുതെ കളയാതെ, കൂടുതൽ പിന്നെ കാണുമ്പോൾ കൂടതിലെത്താൻ വൈകിപ്പോയി. അല്ലേ? കിളിക്കൂട്ടില് കുരുവിയുടെ എത്തിയാൻ വൈകിയപ്പോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ഒന്നുകൂടി വായിക്കാൻ നല്ലപോലെ പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ശരിക്കും പറയാം. ഇപ്പൊ ഒന്നുകൂടി വായിക്കാം. ഏകദേശം കുറച്ച് സമയമുള്ളൂ. നമുക്ക് പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി, കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ, കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ, അച്ചെറുകൂട്ടിൽ കൂട്ടിനായി കൊച്ചുകിടാങ്ങൾ നിനക്കുണ്ടോ, അരുമയോടഞ്ചാറോമനകൾ ചിറകുമുളയ്ക്കാതുണ്ടല്ലോ, കുരുവി നിന്നെ കാണായിൽ കരയുകയില്ലേ കൺമണികൾ, സത്യം കുഞ്ഞേ പോകുന്നേൻ, സമയം സമയം വെറുതെ കളയാതെ, കൂടുതൽ പിന്നെ കാണുമ്പോൾ കൂടതിലെത്താൻ വൈകിപ്പോയി. അരിമ ഓമനത്തം. ഓക്കെ, ഇപ്പൊ പാടി നോക്കിയ എല്ലാവരും? വരികൾ വായിക്കാൻ കിട്ടുന്നുണ്ടോ? ഇപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? മാവിന്മേൽ വലിയ കൂട് തീർക്കാനായി ചുള്ളിയുമായി പോകുന്ന കുരുവിയോടാണ് കുട്ടിയുടെ ചോദ്യം അല്ലെ. എവിടെയും കുട്ടിയാണ് പറയുന്നത്. എന്താ ചോദിക്കുന്നത്? കുരുവിയോടാണ് ചോദിക്കുന്നത് അല്ലെ. മാവിന്മേല് കൂട് കൂട്ടാൻ പോകുന്ന കുരുവിയോടാണ് കുട്ടി ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? കുരുവിയോട് എന്തൊക്കെ ചോദിക്കുന്നതില്? ചിറകുമുളക്കാത്ത 5-6 കുഞ്ഞുങ്ങൾ ഇല്ലേ എവിടെയല്ലേ കുട്ടിയുടെ ചോദ്യം. അതിനാൽ തിരിച്ചു പോവാൻ കുരുവി എന്ത് ചെയ്യുന്നേ? തിരക്ക് കൂട്ടേന്ന് അല്ലെ, കുഞ്ഞുങ്ങളില്ലത് കൊണ്ട്. ഓക്കെ, അപ്പൊ പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി, ചുള്ളി പറഞ്ഞ എന്താണ്? കമ്പ് അല്ലെ. ചുള്ളിക്കമ്പുകള് പറക്കിയിട്ടല്ലേ കൂട് കൂട്ടുക പക്ഷികള്. ഓക്കെ, ചുള്ളിക്കമ്പുകളും നാരുകളും ഒക്കെ പറക്കി കൂട്ടിയിട്ടാണ് അവര് കൂടുണ്ടാക്കുക അല്ലെ. നല്ല ഭംഗിയായ കൂടുണ്ടാക്കും അല്ലെ കുരുവികള്. ഓക്കെ, അപ്പോ ചുള്ളി എന്ന് പറഞ്ഞ അർത്ഥം കമ്പ് എന്നാണ്. അപ്പൊ പൊന്നും ചുണ്ടിൽ, പൊന്നും ചുണ്ടില് ഇറുക്കി പിടിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. ചുള്ളിയുമായി പോകുവതെങ്ങൻ പൊൻകുരുവി, പോകുന്നത് എങ്ങോട്ടാണ് പൊൻകുരുവിയും ചോദിക്കുന്നത് അല്ലെ. ഇപ്പോ കാട്ടിൽ ചുള്ളികൾ തേടുന്നേൻ, കൂടുകൾ തീർപ്പാൻ മാവിന്മേൽ അല്ലെ. കാട്ടില് ചുള്ളികൾ ഞാൻ വന്നതാണ്. എന്തിന്? കൂടുകൾ തീർപ്പാൻ. എവിടെ? മാവിന്മേല്, മാവ് മരത്തിന്മേല്. മാങ്ങ പിടിക്കുന്ന മരം അറിയില്ലേ? അതാണ് മാവ് അല്ലേ. അപ്പൊ മാവിന്മേല് കൂട് കൂട്ടാൻ വേണ്ടി ചുള്ളികൾ തേടി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു അല്ലെ കുരുവി. ഓക്കെ, അച്ചെറുകൂട്ടിൽ കൂട്ടിനായി കൊച്ചുകിടാങ്ങൾ നിനക്കുണ്ടോ. ആ ചെറുകൂട്ടില് കൂട്ടിനായിട്ട് നിന്റെ കൂടെ കൊച്ചുകിടാങ്ങള് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. കൊച്ചുകിടാങ്ങൾ, ചെറിയ കുഞ്ഞു കുട്ടികള്, അതായത് കിളിക്കുഞ്ഞുങ്ങള് ഉണ്ടോ എന്ന് ചോദിക്കുന്നു അല്ലെ.
പിന്നെയോ അരിമയോട് 5-6 ഓമനകൾ. അരിമ, അരുമ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഓമനത്തം അല്ലെ? കുഞ്ഞുങ്ങൾക്ക് നല്ല ഓമനത്തം ഉണ്ടാവും അല്ലെ? ചെറിയ കുഞ്ഞുവാവക്കായാലും അങ്ങനെ നല്ല ഓമനത്തം ഉണ്ടാവും അല്ലെ? അതുപോലെ അരിമയോട് 5-6 ഓമനകൾ, 5-6 ഓമനകള് ചിറക് മുളയ്ക്കാതുണ്ടല്ലോ. ചിറക് മുളക്കാത്ത, പുറത്ത് പറന്നു പോവാൻ പറ്റാത്ത കിളിക്കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അരിമയോട്, അരിമ ഓമനത്തം, അരിമ ഓമനത്തമുള്ള, അരുമ ഓമനത്തമുള്ള എന്നർത്ഥം. അപ്പൊ കിടാവ്, കിടാവ് പറഞ്ഞ എന്താ അർത്ഥം? കുട്ടി. കിടാവ് കുട്ടി അല്ലേ? കിടാവ് പറഞ്ഞാ അറിയില്ലേ മക്കളെ നിങ്ങക്ക്? കുട്ടി. അപ്പൊ എന്തൊക്കെയാണ് അർത്ഥം മനസ്സിലാക്കിയാമ ഇപ്പോ? അരിമ ഓമനത്തം, ചുള്ളി കമ്പ്, കിടാവ് കുട്ടി അല്ലേ? ഓക്കെ. അപ്പൊ അരിമയോട് ഓമനത്തമുള്ള 5-6 ഓമന കുട്ടികള് ചിറകു മുളക്കാത്ത അല്ലെ? കൊച്ചുകിളികൾക്ക് ചിറക് മുളച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ചിറക് മുളക്കാത്തത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കുരുവി നിന്നെ കാണായെങ്കിൽ കരയുകയില്ലേ കൺമണികൾ. അപ്പൊ അമ്മക്കിളിനെ കാണാഞ്ഞാല് കുരുവിയോട് ചോദിക്കാൻ, കുരുവി നിന്നെ കാണാതിരിക്കുമ്പോൾ കിളിക്കുഞ്ഞുങ്ങള് കരയില്ലേ, കുരുവിക്കുഞ്ഞുങ്ങള് കരയില്ലേ എന്ന് ചോദിക്കുന്നല്ലേ? പിന്നെന്താ പറയുന്നത്? സത്യം കുഞ്ഞെ പോകുന്നേൻ സമയം വെറുതെ കളയാൻ. സത്യം കുഞ്ഞെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം പോകുന്നത്, സമയം കളയാനില്ല. എന്റെ കുഞ്ഞു മക്കൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ കുരുവി? കൂടുതൽ പിന്നെ കാണുമ്പോൾ കൂടുതലെത്താൻ വൈകിപ്പോവും. നിന്നെ കൂടുതൽ കണ്ട് സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് ഞാൻ കൂട്ടിലെത്താൻ വൈകിപ്പോവും. അവിടെ എന്റെ കുഞ്ഞു മക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് കുരുവി പറയുന്നത് അല്ലെ? അത്രേ അതിലുള്ളൂ അല്ലെ? അപ്പൊ അരുമ ഓമനത്തം, അരിമയുള്ളവരുടെ ഓമനത്തമുള്ള. നെക്സ്റ്റ് വൺ കിടാവ് അല്ലെ? കിടാവ് കുട്ടി. നെക്സ്റ്റ് ചുള്ളി കമ്പ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേ? കിളിക്കൂട്ട് പറയുന്നല്ലേ? എന്താ പറയുന്നേ? മാവിന്മേൽ വലിയ കൂട് തീർക്കുന്നതിനായിട്ട് ചുള്ളി തേടിപ്പോയ കുരുവിയോടാണ് പറയുന്നത് അല്ലെ? സംസാരിക്കുന്നത്. അപ്പൊ ചിറകുമുളയ്ക്കാത്ത 5-6 കുഞ്ഞുങ്ങള് എന്റെ കൂട്ടിലുണ്ട് അല്ലെ? ചെറു കൂട്ടിലുണ്ട് എന്ന് പറയുന്നത്. അതിനാ തിരിച്ചു പോകാൻ കുരുവി തിരക്ക് കൂട്ടുന്നു അല്ലെ? വേഗം കൂട്ടിലെത്താൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടേണ് അല്ലെ? ഓക്കെ. ഇപ്പൊ എന്താ പറഞ്ഞേ? കിളിക്കൂട്. ഒന്നുകൂടി വായിക്കാം മിസ്. പൊന്നും ചുണ്ടിൽ ചുള്ളിയുമായി പോകുവതെങ്ങൻ